ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മനുഷ്യരുടെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ പ്രതീക്ഷ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിലെത്തണം. അങ്ങനെ ഉയരങ്ങൾ താണ്ടി നമ്മുടെ ജീവിതം വിജയം വരിക്കണം. ഇതാണ് പൊതുവെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം, അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു മാർഗം നമ്മുടെ ധനസമ്പാദ്യമാണ്. നമ്മൾ ധാരാളം സമ്പത്തുണ്ടാക്കാമെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് വളരെ സൗഭാഗ്യകരമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിതം വിജയത്തിലെത്തിക്കാൻ പറ്റും എന്നൊരു ധാരണയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് ധനസമ്പാദ്യത്തിലാണ്. എന്നാൽ നമ്മൾ ഈ ജീവിതം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ ജീവിതം വിജയത്തിലെത്തിയോ അല്ലെ വിജയത്തിൻ്റെ പാതയിലാണോ പോകുന്നത് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ അതിനെ നിർണ്ണയിക്കുന്ന ഘടകം നമ്മുടെ സമ്പത്താണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ തോതനുസരിച്ചാണോ നമ്മൾ ഈ ജീവിതം വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും സമ്പത്തിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. സമ്പത്ത് അതിലെ ഒരു ഘടകമാണ്, അതിനകത്ത് തർക്കമില്ല. ഈ ദൈവം തമ്പുരാൻ നമ്മളെ ഭൂമിയിലേക്ക് നമ്മളെ പിറന്ന് വീഴാൻ അനുവദിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു നിശ്ചിത ആയുസ് തന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമ്മളെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് സത്യത്തിൻ്റെ നീതിയുടെയും പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായും വിജയമാകുന്നത്. അതിനെ ഒന്നുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ, ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യർക്കെല്ലാം ഓരോ റോള് പ്ലേ ചെയ്യാൻ വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. ഓരോ റോളെന്നല്ല, പല റോളുകൾ തന്നിട്ടുണ്ട് നമുക്ക്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ റോളുകൾ ഒരു മകൻ അല്ലെ മകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെ സഹോദരി എന്ന നിലയിൽ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ, അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ, ഇങ്ങനെ വിവിധ തരം റോളുകളിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു. അപ്പം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ റോളുകളെല്ലാം അതിനോട് നീതി പുലർത്തി വളരെ ശ്രദ്ധ കൊടുത്ത് അതിനെ എല്ലാം പരിഗണിച്ച് പോകണമെന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സമ്പത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ സത്യത്തിൻ്റെ നീതിയുടെയും മാർഗത്തിൽ ധനസമ്പാദ്യവും വേണം. അപ്പം ഇങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ദൈവം തമ്പുരാനെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തെ നാം വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന ഈ റോളുകൾ നമ്മൾ വളരെ നിഷ്ഠയോടുകൂടി നമ്മളതിനെ ഈ റോളുകളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു പോകുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലെ അനുഗ്രഹങ്ങൾ തരുന്നു. ഈ ഐശ്വര്യങ്ങളും ഈ അനുഗ്രഹങ്ങളും ഇല്ലാതെ നമ്മൾ സമ്പത്ത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു ജീവിതം നമ്മൾ വിജയത്തിലെത്താൻ തീർച്ചയായിട്ടും സാധിക്കുകയില്ല. ഈ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞ് ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ഓരോരുത്തരുടെയും അല്ലെ നമുക്ക് തരുന്ന ആരോഗ്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമാധാനം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ ആ മക്കളുടെ ഭാവി, അവരൊക്കെ നല്ല സ്വഭാവശുദ്ധിയിലൊക്കെ വളർന്ന് അവർ നല്ല നിലയിലെത്തുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ദൈവം തമ്പുരാൻ തരുന്ന ഐശ്വര്യങ്ങളാണ്. ആ ഐശ്വര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഐശ്വര്യങ്ങൾ ഇല്ലാതെ ഒരുപാട് സമ്പത്ത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ ഈ ഐശ്വര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകുകയില്ല, തീർച്ചയായും പരാജയമായിരിക്കും. നമ്മൾ ഓർക്കണം, ഈ ഐശ്വര്യങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് സമ്പത്ത് കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സമ്പത്ത് കൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിന് ഒരു ലിമിറ്റുണ്ട്. ദൈവം തരുന്ന ഞാൻ ഈ പറഞ്ഞ ഈ ഐശ്വര്യങ്ങളൊന്നും നമ്മൾ സമ്പത്ത് കൊണ്ട് മേടിക്കാൻ പറ്റുന്നതോ നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട് മാത്രം നേടിക്കാൻ പറ്റുന്നതോ അല്ല.
അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ റോളുകളെല്ലാം അതിനോട് നീതിയോടും നിഷ്ഠയോടുകൂടി ചെയ്ത് ദൈവത്തിന് പ്രീതികരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയം വരിക്കും. ഞാൻ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതോടെ 2 മിനിറ്റ് കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചപ്പോൾ ഞാൻ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ആ അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ടെത്തി. അപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂടെയാണ് ആ അമ്മ 2-3 വർഷമായിട്ട് വളരെ ബെഡ് റിഡനായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. ആ അമ്മയുടെ ഈ സുഹൃത്തിൻ്റെ ബ്രദർ ഒരു വിദേശ രാജ്യത്ത് വലിയ നിലയിൽ ജോലി ചെയ്യുന്നു, കുടുംബസമേതം താമസിക്കുന്നു. അപ്പം ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, നമ്മുടെ ബ്രദർ വന്നിട്ടുണ്ടാവും, എന്ന് വന്നു, എത്താൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ബ്രദർ ഒരു 2 മാസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. അവരുടെ കുട്ടികളുടെ വെക്കേഷൻ സമയമായപ്പം ബ്രദർ വന്നു. 2 മാസം മുമ്പ് വന്ന് അമ്മയെ കണ്ട് വളരെ നേരം സംസാരിച്ച് അമ്മയോടൊപ്പം ഒരാഴ്ച താമസിച്ചൊക്കെ പോയതാണ്. അപ്പോൾ ഇപ്പം അമ്മ മരിച്ചപ്പം തീർച്ചയായിട്ടും ബ്രദർ വരികയില്ല, വിളിച്ചു പറഞ്ഞു. 2 മാസം മുമ്പ് വന്നേച്ച് പോയതുകൊണ്ട് ഇനി വരണമെങ്കിൽ അതുകൊണ്ട് അമ്മയുടെ ആ അടക്കത്തിന് ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം കാരണം പറഞ്ഞതുകൊണ്ട് കുട്ടികളുടെ ക്ലാസ് പോകും, അതോടൊപ്പം അവിടുന്ന് വരുമ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ ചിലവ് വരും. ഇങ്ങനെയൊരു കാരണം പറഞ്ഞു. അതുകൊണ്ട് ഈ അമ്മയുടെ ശവദാഹത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു മകൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ മനസ്സിൽ വളരെ വേദന തോന്നിയ, എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നത്. നമ്മൾ പണം, അതായത് അമ്മയുടെ ആ ലാസ്റ്റ് മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും മാറ്റിവെച്ച് ആ 3 ലക്ഷം രൂപയ്ക്ക് വലിയ വാല്യൂ അവിടെ കൊടുക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് അമ്മയുടെ ആ അടക്കത്തേക്കാൾ കൂടിയ ഒരു വാല്യൂ ഈ 3 ലക്ഷം അല്ലെങ്കിൽ ആ പണത്തിനവിടെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഓർക്കണം, പണം നമുക്ക് ഇനിയും ഉണ്ടാക്കാം, ഒരുപാടുണ്ടാക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ 3 ലക്ഷമല്ല 3 കോടി രൂപ കൊടുത്താലും നമുക്ക് ആ അടക്കം ചെയ്ത് അല്ലെങ്കിൽ മരിച്ചുപോയ അമ്മയുടെ മുഖം ഒരിക്കൽ കൂടി കാണാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമ്പത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സമ്പത്തിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും. സമ്പത്ത് വേണം, അതോടൊപ്പം നമ്മുടെ ഈ കാര്യങ്ങളെ എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നാം വിജയം വരിക്കുകയുള്ളൂ. അങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ ജീവിതം കൊണ്ടുപോയാൽ മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നമ്മുടെ ജീവിതം വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം, നമുക്കതിനായി പരിശ്രമിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.